അഫക്റ്റഡ് പാർട്ടീസ് തന്നെ പരാതി കൊടുക്കണം, എന്നാൽ മാത്രമേ പറ്റൂ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു പരാതി ഒരിക്കലും വരാൻ പോകുന്നില്ല IAS കൂട്ടായ്മയിൽ നിന്ന് എന്ന് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ്. ഒരിക്കൽ പോലും ഒരു IAS കാരൻ മറ്റൊരു IAS കാരനെ കുറ്റാരോപിതനാക്കി നിർത്താനായി ഇറങ്ങിപ്പുറപ്പെടുമോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ചേരിപ്പോരിൻ്റെ ഭാഗമായി ഇറങ്ങിപ്പുറപ്പെട്ട N പ്രശാന്തിന് എന്താണ് സംഭവിച്ചത്? കൂട്ടമായി ആക്രമിക്കുകയല്ലേ, കൂട്ടമായി വേട്ടയാടുകയല്ലേ? ഇപ്പോൾ N പ്രശാന്ത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. N പ്രശാന്തിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു IAS ഓഫീസർ പോലും നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് എടുക്കുന്നതോ നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും എക്സ്പെക്ട് ചെയ്താൽ മതി. അത് N പ്രശാന്തിനും ബോധ്യമുള്ള കാര്യമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ്, അതിനുശേഷം അത് പരിക്കേൽക്കുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും മുസ്ലിം വാട്സാപ്പ് ഗ്രൂപ്പ്, ഈ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിലൊന്നും ഞാനൊരു തെറ്റും കാണുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു ആശയവും ആവിഷ്കാരവും ഒക്കെ ആയിരിക്കുമല്ലോ അദ്ദേഹം ഈ ഗ്രൂപ്പുകളാക്കി നടപ്പാക്കുന്നത്. ഈ വാട്സാപ്പ് ഗ്രൂപ്പൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെയൊക്കെയുള്ള ചേരികൾ ഇപ്പോൾ പല ഇടങ്ങളിലും ഏത് തൊഴിൽ മേഖലയായാലും അങ്ങനെയൊക്കെയുള്ള ചേരിതിരിയലുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ സർക്കാർ തലത്തിലായാലും അല്ലാതെ ആയാലും.